സിസു റോഡ് ടു റിവഞ്ച്. സിസു 1 നമ്മളെല്ലാവരും കണ്ടതാണ്. എന്ത് ചെയ്താലും ചാവാത്തൊരു ചങ്ങായി, എ മാൻ ഹൂ റെഫ്യൂസസ് ടു ഡൈ. അപ്പം അങ്ങേര് തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ എന്തായാലും എക്സ്പെക്റ്റേഷൻസ് ഹൈ തന്നെ ആയിരുന്നു. എന്തായാലും ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. തീപ്പടം, തീപ്പൊരിപ്പടം, അന്യായ പടം, വേണമെങ്കിൽ ഒരു ഫിനിഷ് ജോൺ വിക്ക് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മുതൽ തന്നെയാണ് ഇത്. കഴിഞ്ഞ തവണ കുഴിച്ചെടുത്ത കുറച്ച് ഗോൾഡും കൊണ്ട് അണ്ണൻ സർവൈവൽ മോഡിലായിരുന്നെങ്കിൽ ഇത്തവണ അത് റിവെഞ്ച് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ അണ്ണൻ എന്താ പറയുക, വാറിൽ കൊല്ലപ്പെട്ട തൻ്റെ ഫാമിലിയുടെ ഒരു റെമനൻസ് പോലെ വീട് പൊളിച്ചുകൊണ്ട് ഒരു വണ്ടിയിൽ ഒരു ട്രക്കിലും കയറ്റിയിട്ട് അണ്ണൻ ഫിൻലാൻഡിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് പോയാലോ എന്നുള്ള മൂഡിലാണ് സോവിയറ്റുകാരുള്ളത്. അങ്ങനെ അങ്ങ് വിടൂലല്ലോ. അപ്പോൾ വഴി നീളെ തടസ്സങ്ങളാണ് വില്ലനും ടീമും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ പരിപാടികൾ, അതാണ് മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു സെറ്റിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഫിൻലാൻഡ് സോവിയറ്റ് ബോർഡറിൽ നടക്കുന്ന ആ ഒരു ട്രാവലാണ് എൻ്റെ ആ ഒരു ജേണിയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. സിസു 1 ചെയ്തിട്ടുള്ള പുള്ളി തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. സെയിം ആൾ തന്നെയാണ് ഡയറക്ടർ. യാൽമാരി ഹിലാൻഡർ റൈറ്ററും പുള്ളി തന്നെയാണ്. അപ്പോൾ ആളുടെ ഈ ഒരു ഏരിയയിലുള്ള ഒരു പരിപാടി, ഒരു എക്സ്പെർട്ടീസ് നല്ല വൃത്തിക്ക് കാണാനുണ്ട് സിനിമയുടെ അകത്ത്. കാരണം 1 നമ്മൾ കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഗെയിമിലേക്കാണ് ഇത്തവണ പടം കൊണ്ടുപോയിട്ടുള്ളത്. ഇൻസെയിൻ ലെവൽ ഓഫ് മേക്കിംഗ് ക്വാളിറ്റിയാണ് സിനിമയുടെ. ഒരു തരത്തിലുള്ള കോംപ്രമൈസുകളും ഒരു കാര്യത്തിലും കാണിക്കാതെ, എക്സ്പ്ലോഷൻസിൻ്റെ കേസിലാവട്ടെ ഫൈറ്റിൻ്റെ കേസിലാവട്ടെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും കാണിക്കാതെയാണ് സിനിമ പടച്ചു വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സിസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൻ്റെ ഒരു സാധനം, ഒരു എക്സ്പ്ലനേഷൻ പോലെ അവർ തരുന്നുണ്ട്. അപ്പം അതിൽ എഴുതി കാണിച്ച സംഭവം എന്ന് വെച്ചാൽ അതിനൊരു എക്സാക്ട് മീനിങ് ഇല്ല എന്നുള്ളതാണ് സിസു എന്നുള്ളതിന്. അതിൽ പിന്നെ അവർ പറയുന്ന സാധനം ലാസ്റ്റ് ഹോപ്പ്, അവസാനത്തെ പ്രതീക്ഷ എന്നുള്ളൊരു സംഗതിയൊക്കെയാണ് പിന്നീട് അവരത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആതാമി കോർപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമ്മുടെ ഫിനിഷ് ജോൺ വിക്ക് അണ്ണൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ പരിപാടികൾ അത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റിൽ കണ്ട പോലെ തന്നെ യോർമ ടോമില പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ എനിക്ക് തോന്നുന്നു ആളുടെ കുറച്ചൊരു എന്താ പറയുക, ഭയങ്കര ഫ്രോസൺ ആയിട്ടുള്ള, ഭയങ്കര മരവിച്ച് പോയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ക്യാരക്ടർ പരിപാടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഭയങ്കര സ്റ്റോയിക്ക് ആയിരുന്നല്ലോ ആ സിനിമയുടെ അകത്ത്. പുള്ളി പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും കാണിക്കാതെ ഭയങ്കര കോൾഡായിട്ടുള്ള ഒരു സാധനമായിരുന്നു. പക്ഷേ സെക്കൻഡിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഫീൽ കുറച്ചും കൂടെ ഒരു ഇമോഷണൽ സൈഡും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ടൊമില അണ്ണൻ ഒരു ബ്രില്യൻ്റ് ആക്ടറാണെന്നുള്ളതും കൂടെ ഈ സിനിമ കണ്ട സമയത്ത് ഫീൽ ചെയ്തു. ആ ഒരു 1-2 പോർഷൻസിൽ ആൾ ഇമോഷണൽ കുറച്ച് സാധനങ്ങൾ വന്നു. അത് ബ്രില്യൻ്റ് ആയിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കിടിലായിട്ട് ഫീൽ ചെയ്തു ആ പെർഫോമൻസ് പുള്ളിയുടെ സൈഡിൽ. പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ കണ്ടതാണ് 1. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഒരു സെക്കൻഡ് പരിപാടി എന്നുള്ള രീതിയിൽ ഇതിലേക്ക് വന്നപ്പോൾ വേറൊരു ഗെയിമിലേക്കാണ് പുള്ളി ഇറങ്ങിയിട്ടുള്ളത്. ഭയങ്കര ബ്ലഡി ആയിട്ടുള്ള, ഗോറി ആയിട്ടുള്ള പടം സർട്ടിഫിക്കറ്റാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചുള്ള സംഗതികളും ഇതിൻ്റെ അകത്തുണ്ട്. സ്കിന്നിൻ്റെ ഇടയിൽ കത്തി ഒളിപ്പിക്കുന്ന പരിപാടികൾ, പിന്നെ ഭീകരമായിട്ടുള്ള എന്താ പറയുക, വേറെ ലെവൽ കൈൻഡ് ഓഫ് വയലൻസ്. പക്ഷേ ആ വയലൻസിന് ഒരു ക്ലാസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചുമ്മാ വെറുതെ ചോര തെറിപ്പിച്ച് വെറുതെ ചോരക്കളമാക്കാതെ ആ ഒരു വയലൻസിൻ്റെ ഒരു ക്ലാസ് ഉണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ സാധനം പടം വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റീഫൻ ലാങ്. അവതാറിലും ഡോൺ ബ്രീത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പുള്ളിയാണ് ഇതിൽ ആൻറ്റഗണിസ്റ്റിൻ്റെ പോർഷൻ ചെയ്തിട്ടുള്ളത്. ആളും ബ്രില്യൻറ്റ്. നമുക്കറിയാം ആളുടെ റേഞ്ച്, നമുക്കറിയാം ആളുടെ ഒരു ലെവൽ ഓഫ് പരിപാടികൾ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴും സെയിം സിസു അണ്ണൻ ഒത്ത വില്ലൻ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കട്ടക്ക് നിന്നിട്ടുള്ള പരിപാടികളാണ്. പിന്നെ ഇതിലിങ്ങനെ വെറുതെ ചുമ്മാ വലിപ്പിക്കലൊന്നുമില്ല. സിസു അണ്ണൻ്റെ നേരെ ഫേസ് ഓഫുകളാണ്. ഇതിങ്ങനെ വില്ലൻ ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വില്ലൻ കുറേ സമയം സ്ക്രീനിൽ വരാതെ നായകൻ്റെ പിന്നാലെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്ന പരിപാടികൾ, അങ്ങനെയൊന്നുമില്ല. നേരെ ഫേസ് ഓഫാണ്. നേരെ വരുന്നു, നേരെ കൊല്ലാൻ നോക്കുന്നു, പിന്നെ അവിടെ നിന്നുള്ള പരിപാടികൾ. അപ്പോൾ അങ്ങനത്തെ ഡിലേയ്സും പരിപാടികളും. വളരെ കുറച്ച് സമയം സിനിമയുള്ളൂ, 1.5 മണിക്കൂറേ ഉള്ളൂ സിനിമ. പക്ഷേ ആ 1.5 മണിക്കൂറിൽ ആ ഒരു സാധനം വളരെ കിടിലമായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീഫൻ ലാങ്ങിൻ്റെ പെർഫോമൻസ് ഒക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ അണ്ണനൊത്ത വില്ലനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് നോച്ച് പരിപാടിയാണ്. ഒന്നിലും ഞാൻ പറഞ്ഞല്ലോ, ഒന്നിലും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. എക്സ്പ്ലോഷൻസ്, VFX, ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും വരുത്താതെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫിയുടെ കേസൊന്നും ഞാൻ പറയുന്നില്ല. ചില സമയങ്ങളിലൊക്കെ മാഡ് മാക്സിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് 1-2 സീക്വൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്യായ മേക്കിംഗ് ആണ് അല്ല. പിന്നെ മ്യൂസിക്കിൻ്റെ കേസ് നമ്മൾ ഫസ്റ്റിലും കണ്ടതാണല്ലോ, എന്താണ് ആ ഒരു ഈ ഒരു പടത്തിൻ്റെ ഒരു ടോണ്, മൂഡ്, കാര്യം, ആ ഒരു പരിപാടി ഉണ്ടല്ലോ. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു വോക്കൽ സാധനമൊക്കെ വെച്ചിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുന്നുണ്ട്. അപ്പം
ബ്രില്യൻറ്റ്, എല്ലാ ഏരിയസിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് സിനിമ എന്നുള്ളത്. പിന്നെ സിസു 1 അത്ര എക്സൈറ്റിംഗ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അണ്ണൻ എന്തായാലും മരിക്കാൻ പോകുന്നില്ല, എന്ത് ചെയ്താലും ചാവില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് കമ്മി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കേസുകളിലും പടം അന്യായ എക്സ്പീരിയൻസ് തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ സ്ക്രീൻ പ്ലേയുടെയും സ്റ്റോറിയുടെയും കേസിലൊക്കെ വരുന്നതാണെങ്കിൽ ഭയങ്കര നൈസായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു സ്റ്റോറി, ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് വീട് പൊളിച്ചുകൊണ്ട് കൊണ്ടുപോകണം അണ്ണൻ ഫിൻലാൻഡിലോട്ട്, തൻ്റെ നാട്ടിലോട്ട്. ആ ഒരു ഹോം സിക്നെസ് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു റെമനൻസ് ബാക്കി ആകാതെ ഉള്ളൂ. അപ്പോൾ അതെടുത്തുകൊണ്ട് പോവുകയാണ്, എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു സാധനം നല്ല നൈസായിട്ട് ഫീൽ ചെയ്തു. പിന്നെ സ്ക്രീൻ പ്ലേയുടെ കേസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നായകന് ഫസ്റ്റിലുള്ള പോലെ തന്നെ സിസു അണ്ണൻ്റെ ഡയലോഗ്സ് ഒന്നും ഈ സിനിമയിലുമില്ല. അണ്ണൻ്റെ ആക്ഷൻ സ്പീക്സ് എന്നുള്ളൊരു മോഡാണ് പിടിച്ചിട്ടുള്ളത്. ഡയലോഗ്സ് തീരെ ഇല്ല, ഒന്നുമില്ല എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. ഇച്ചിരിയെങ്കിലും ചില സമയത്തൊക്കെ നമ്മൾ ഫീൽ ചെയ്യും എത്ര നേരമായി ഒരു ഡയലോഗ് കേട്ടിട്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും ചില സമയങ്ങളിൽ. അപ്പോൾ അതാണ് സിസു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ പടം മിസ് ചെയ്യാതെ കാണുക, അന്യായ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിയേറ്റർ നിങ്ങൾ പിക്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില തിയേറ്ററുകളൊക്കെ എനിക്ക് തോന്നുന്നു കുറേ തിയേറ്ററുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് 10 ആളുണ്ടെങ്കിലേ കളിപ്പിക്കുള്ളൂ, 5 ആളുണ്ടെങ്കിലേ കളിപ്പിക്കുള്ളൂ, സിനിമ കളിപ്പിക്കൂ എന്നുള്ള വർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോയ സമയത്ത് നമ്മുടെ നാട്ടിൽ കോട്ടക്കൽ ലീനയിലാണ് സിനിമ കാണാൻ പോയത്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, ആരും ബുക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ സമയത്ത് 2 ആളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു നല്ല സിനിമയാണെന്ന് തോന്നുന്നു, നിങ്ങൾ കണ്ടു എന്നുള്ള രീതിയിൽ നമുക്ക് 2 ആളാണെന്നുണ്ടെങ്കിൽ പോലും അവർ ടിക്കറ്റ് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ തിയേറ്ററിനൊരു കൈയടിയും കൂടെ കൊടുക്കുകയാണ്. അതിനുശേഷം ആളുകൾ വന്നു, ബട്ട് സ്റ്റിൽ അവർ നമുക്ക് ആ ടിക്കറ്റ് 2 പേരുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും തന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കൂടെ പറഞ്ഞുകൊണ്ട് അതാണ് സിസു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.